നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. കാണിപ്പയ്യൂർ അപകടം, മരണം 3 കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൂനമൂച്ചി കൂത്തൂർ കൊച്ചപ്പൻ മകൻ ആന്റണി മരിച്ചു. രാവിലെ 7:30യോടെയായിരുന്നു അന്ത്യം. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അപകടം. ആന്റണിയുടെ ഭാര്യ പുഷ്പ, ആംബുലൻസിലുണ്ടായിരുന്ന രോഗി കണ്ണൂർ സ്വദേശി കുഞ്ഞിരാമൻ എന്നിവർ സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആന്റണി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താനുള്ള പരിശ്രമങ്ങൾക്ക് വിരാമമിട്ടാണ് മരണത്തിന് കീഴടങ്ങിയത്. മകളുടെ കുഞ്ഞിന്റെ 1ാം പിറന്നാൾ ആഘോഷിച്ചതിനു ശേഷം കൂനമുച്ചിയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കൊച്ചിയിലെ കിൻഡർ ആശുപത്രിയിൽ നിന്ന് കണ്ണൂരിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസുമായി കൂട്ടിയിടിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്റണിയുടെ മൃതദേഹം കൂനമുച്ചിയിലെ വീട്ടിലെത്തിക്കും. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9-ന് കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. പാറയമ്പാടം അയ്യപ്പത്ത് റോഡിലെ കുഴി താൽക്കാലികമായി അടച്ചു. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. ഹൈവേ നിർമ്മാണ കമ്പനിയാണ് കുഴി അടച്ചത്. സംസ്ഥാന പാതയിൽ റോഡ് നവീകരണം വൈകുന്നത് മൂലം യാത്രക്കാർ വലയുകയാണ്. റോഡിലെ കുഴികളിൽ വീണ് നിരവധി ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവായിരുന്നു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഇടവക ദിനവും ആഘോഷിച്ചു. വാങ്ങിപ്പ് പെരുന്നാളിന്റെ ഭാഗമായി കുർബാന, വൈകിട്ട് സന്ധ്യാനമസ്കാരം, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ധ്യാനയോഗം എന്നിവയുണ്ടായിരുന്നു. വിവിധ ദിവസങ്ങളിൽ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, എബ്രഹാം മാർ സ്തേഫാനോസ്, ബെന്യാമിൻ റമ്പാൻ, ഫിലിപ്പോസ് റമ്പാൻ, KK ഗീവർഗീസ് റമ്പാൻ എന്നിവർ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഡോക്ടർ ജോസഫ് മാർ ദിവനാസിയോസ് മുഖ്യകാർമ്മികനായി കുർബാനയർപ്പിച്ചു. തുടർന്ന് പ്രദക്ഷിണവും നടന്നു. ഇടവക ദിനാഘോഷത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ ബദനി ആശ്രമത്തിലെ ഫാദർ ബെഞ്ചമിൻ പ്രസംഗിച്ചു. അനുമോദനങ്ങൾ എന്നിവയുണ്ടായി. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ട്രസ്റ്റി സാംസൺ S. പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളിയിലെ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന തുടങ്ങിയ തിരുകർമ്മങ്ങൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ കാർമ്മികനായി. ഭക്തിനിർഭരമായ തിരുകർമ്മങ്ങൾക്ക് ശേഷം നിരവധി വിശ്വാസികൾ പങ്കെടുത്ത പ്രദക്ഷിണം നടന്നു. ബാൻഡ് വാദ്യവും അരങ്ങേറി. നേർച്ചഭക്ഷണ വിതരണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, കൈക്കാരന്മാരായ സെബി താണിക്കൽ, VK ബാബു, KP പോളി, CK ഡേവിസ്, PRO ബിജു അന്തിക്കാട് എന്നിവർ നേതൃത്വം നൽകി. ശാസ്ത്ര സിനിമകളെ ആവേശത്തോടെ വരവേറ്റ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ വിദ്യാർത്ഥികൾ. തൃശൂർ ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും IFFT ചലച്ചിത്ര കേന്ദ്രവും സംയുക്തമായി നടപ്പിലാക്കിയ 2ാമത് അന്താരാഷ്ട്ര ശാസ്ത്ര ചലച്ചിത്രമേളയിൽ പങ്കാളികളാകാൻ കഴിഞ്ഞ ആഹ്ലാദത്തിലാണ് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് ചിൽഡ്രൻ വിദ്യാർത്ഥികൾ. സമൂഹ മനസ്സിനെ എളുപ്പം സ്വാധീനിക്കുന്ന ഒരു കലയെന്ന നിലയിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ആഴത്തിലുള്ള ശാസ്ത്ര അവബോധം സൃഷ്ടിക്കുന്നതിനും മികച്ച പാരിസ്ഥിതിക ബോധം ഉണ്ടാക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത്. മെക്സിക്കോ, ഇന്തോനേഷ്യ, പെറു, വെനസ്വല, ഓസ്ട്രിയ, കൊളംബിയ, റഷ്യ എന്നീ രാജ്യങ്ങളിലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും വിവിധ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി അവതരിപ്പിക്കുകയും യുക്തിപൂർവം ചിന്തിക്കാനുള്ള അവസരം നൽകുന്നതുമായ ലോകോത്തര സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. സീഡ് സ്റ്റോറീസ് എന്ന സിനിമയുടെ സംവിധായകയായ ഒറീസയിൽ നിന്നുള്ള ചിത്രാംഗത ചൗധരിയും സഹസംവിധായകൻ കാശ്മീർ നിവാസി അങ്കിത് എന്നിവരുമായി കുട്ടികൾ നേരിട്ട് സംവദിക്കുകയും സിനിമ സംവിധാനം ചെയ്യുന്ന വിവിധ തലങ്ങളിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. രാമാനുജൻ അനന്തതയെ ആശ്ലേഷിച്ച ജീവിതം എന്ന വിഷയത്തിൽ PL ജോമി കുട്ടികളുമായി സംവദിച്ചു. വടക്കാഞ്ചേരി, കുന്നംകുളം, ചാവക്കാട്, മുല്ലശ്ശേരി, വലപ്പാട് എന്നീ 5 ഉപജില്ലകളിലെ USS സ്കോളർഷിപ്പ് നേടിയവരിൽ നിന്നും പരീക്ഷാഭവൻ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. 8, 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന 60-ൽ പരം വിദ്യാർത്ഥികളാണ് തൃശൂർ കൈരളി ശ്രീ തിയേറ്ററിൽ നടന്ന ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുത്തത്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ MB പ്രശോഭ് നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ കാട്ടകമ്പാൽ യൂണിറ്റിന്റെ 25ാം വാർഷികവും കുടുംബസംഗമവും നടത്തി. ചിറക്കൽ സംഗമം പാലസിൽ നടന്ന വാർഷിക യോഗം യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയയുടെ അധ്യക്ഷതയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ സെക്രട്ടറി MK പോൾസൺ സ്മരണിക പ്രകാശനം ചെയ്തു. നിയോജക മണ്ഡലം ട്രഷറർ ജിനേഷ് തെക്കേക്കര, ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രതീഷ് പോൾ, ജനറൽ സെക്രട്ടറി നൈസൺ മാത്യു, ട്രഷറർ സുബൈർ വാഴാലിപ്പാടം എന്നിവരെ യൂണിറ്റ് ആദരിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് റെഡ്സൺ റോയ്, വനിതാ വിംഗ് പ്രസിഡന്റ് KR ബിജി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ട്രഷറർ സ്വാഗതവും സെക്രട്ടറി PI മോൺസൺ നന്ദിയും പറഞ്ഞു. തുടർന്ന് മുൻകാല പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, വ്യാപാര മേഖലയിൽ 25 വർഷം പൂർത്തീകരിച്ചവർ എന്നിവരെയും കലാപരിപാടികൾ അവതരിപ്പിച്ചവരെയും ഉപഹാരം നൽകി ആദരിച്ചു. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അലിഫ് അറബിക് ക്ലബിന്റെ ഉദ്ഘാടനം തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി KR മുഹമ്മദ് റാസിഖ് നിർവഹിച്ചു. HM ഇൻചാർജ് PK ഷീല അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ബിജു പള്ളിക്കര ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മെഹന്തി ഫെസ്റ്റ്, അലിഫ് ടാലന്റ് ടെസ്റ്റ്, പോസ്റ്റർ നിർമ്മാണം, ഡിജിറ്റൽ പോസ്റ്റർ നിർമ്മാണം എന്നീ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണം ബിജു പള്ളിക്കര, മുഹമ്മദ് റാസിഖ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. അലിഫ് അറബിക് ക്ലബിന്റെ പതാക പ്രസിഡന്റ് നിയ നസ്രീൻ ഏറ്റുവാങ്ങി. ഫാത്തിമത്ത് സന, ഫാത്തിമ നിഹ, മെഹന എന്നിവർ സംസാരിച്ചു. ക്ലബ് കോർഡിനേറ്റർ P മുനീർ സ്വാഗതവും പ്രസിഡന്റ് നിയ നസ്രീൻ നന്ദിയും പറഞ്ഞു. നിയ നസ്രീൻ, നഷ്ഫ സൈനബ്, ഫൻഷിദ്, MM ഷുഹൈബ്, സിയാന എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വിശേഷാൽ പൂജയും നടന്നു. തന്ത്രി വടക്കേടം നാരായണൻ നമ്പൂതിരി, മേൽശാന്തി ഉണ്ണികൃഷ്ണൻ തിരുമേനി എന്നിവർ കാർമ്മികരായി. തുടർന്ന് ക്ഷേത്ര ക്ഷേമ സമിതിയിലെ അംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും നൃത്തങ്ങളും കലാപരിപാടികളും അരങ്ങേറി. മേൽശാന്തി ഉണ്ണികൃഷ്ണൻ തിരുമേനി, മുൻ മേൽശാന്തി നാരായണൻ തിരുമേനി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഭക്തർക്കായി പ്രസാദഊട്ടും നടന്നു. ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് PK സുനിൽ, സെക്രട്ടറി TR സജീവ്, ട്രഷറർ മാധവ മേനോൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വേലൂർ RSRV സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വേലൂർ ചുങ്കം തളിർ ബഡ്സ് സ്കൂൾ ഭിന്നശേഷി കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകി. പെയിന്റിംഗ്, വേർഡ് ടൈപ്പിംഗ് എന്നിവ പരിശീലിപ്പിച്ചു. കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി. കൈറ്റ് മെന്റർമാരായ ലീമ പോൾ, ഗ്രീഷ്മ ടീച്ചർ, അഞ്ജു ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് DYFI ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AH അക്ബർ, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ്, DYFI ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. സമരസംഗമത്തിന് മുന്നോടിയായി മുല്ലത്തറയിൽ നിന്ന് പ്രകടനവുമുണ്ടായി. GDPയുടെ 50% 300 കുടുംബങ്ങളുടെ കയ്യിലാണ്. 2 ലക്ഷം കോടിക്ക് മേലുള്ള സമ്പത്തുള്ള 28 കോടി വരെ സമ്പത്ത്, 28 ലക്ഷം കോടി, 28 കോടിയല്ല 28 ലക്ഷം കോടി. അംബാനി മുതൽ അസീം പ്രേംജി വരെയുള്ളവരുടെ കണക്കോടെ പറഞ്ഞു. അതിൽ പഴയ ടാറ്റയും ഇദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസുകളോടുകൂടി പുതിയതായി വളർന്നു വന്ന അദാനി കമ്പനി, ഇവരൊക്കെ കൂടി ചേർന്ന ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനത്തിലെ സമ്പത്തിന്റെ 50% കൈവശം വെച്ചിരിക്കുന്നു. കിടങ്ങൂർ നോങ്ങല്ലൂർ നെച്ചിത്തടം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തി. വെള്ളിയാഴ്ച പുലർച്ചെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം ശാന്തി ശരത് ശക്തിധരന്റെ മുഖ്യകാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയ്ക്കും ശേഷം കൊമ്പൻ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. തുടർന്ന് ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന മുദ്രാവാക്യവുമായി
OIOP ഒക്ടോബർ 29 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ദില്ലി ചലോ എന്ന പോസ്റ്റർ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ തമ്പുരാൻ പടിയിൽ OIOP അഡ്വക്കേറ്റ് ജോസുകുട്ടി മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് സംസ്ഥാന രക്ഷാധികാരി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റഹീം കലറ, സജി മാത്യു, KB ധനേഷ്, AG സദാനന്ദൻ, PJ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി മേഖലയിലെ സ്കൂളുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഒരുമനയൂർ IDC ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഴ്സറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ പ്രോഗ്രാമിനെ മനോഹരമാക്കി. ജനറൽ മാനേജർ PK ജാഫർ മാസ്റ്റർ പതാക ഉയർത്തൽ ചടങ്ങിന് നേതൃത്വം നൽകി. ഭാരത് സ്കൗട്ട് സ്റ്റേറ്റ് അസിസ്റ്റന്റ് കൺവീനർ അനിത C. മാത്യു, അക്കാദമിക് ഡയറക്ടർ ഉസ്മാനുൽ ഹസനി, സ്കൂൾ പ്രിൻസിപ്പൽ നൂർജഹാൻ ടീച്ചർ, PC അബ്ദുൾ റൌഫ് മുസ്ബാഹി, അബ്ദുൾ അസീസ് NA, താജുദ്ദീൻ നിസാമി തുടങ്ങിയവർ സംസാരിച്ചു. തലക്കോട്ടുകര ഗോൾഡൻ ബോയ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും SSLC+2 വിജയികൾക്കായുള്ള അനുമോദന ചടങ്ങും നടന്നു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ TP പ്രജീഷ് പതാക ഉയർത്തുകയും അവാർഡ് വിതരണം നടത്തുകയും ചെയ്തു. ക്ലബ് ഭാരവാഹികളായ അജൽ K. ജോൺസൺ, അലൻ ജോഷി, ജസ്മിൻ ജോയ്, അലൈന ഷോജി എന്നിവർ നേതൃത്വം നൽകി. പൗരത്വം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബീഹാർ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമാകട്ടെ രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി റക്കീബ് തറയിൽ വ്യക്തമാക്കി. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യമെന്ന തലക്കെട്ടിൽ പെരുമ്പിലാവ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ദളിത് ആക്ടിവിസ്റ്റ് ചന്ദ്രൻ തൃപ്പൂണത്ത് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ, സെക്രട്ടറി MA കമറുദ്ദീൻ, തനിമ കലാസാഹിത്യവേദി പെരുമ്പിലാവ് ചാപ്റ്റർ പ്രസിഡന്റ് ഷാഹിദ് പാലിയത്ത് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മുജീബ് പട്ടേൽ സ്വാഗതവും പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുരേഷ് KB നന്ദിയും പറഞ്ഞു. MH റഫീഖ്, നിഷാദ് അൽത്തറ, PS ഷംസുദ്ദീൻ, നാസർ വില്ലന്നൂർ, അബ്ദുൾ ഹൈ എന്നിവർ നേതൃത്വം നൽകി. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്തിലെ വിവിധ യൂണിറ്റുകളിൽ ദേശീയ പതാക ഉയർത്തുകയും പ്രതിജ്ഞാ വാചകങ്ങൾ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. പെരുമ്പിലാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് ജംഗ്ഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ പതാക ഉയർത്തി. MA കമറുദ്ദീൻ പ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. CM താഹ, MK ഷഹരിയാർ എന്നിവർ പങ്കെടുത്തു. പറവൂർ യൂണിറ്റിൽ യൂണിറ്റ് പ്രസിഡന്റ് PS ഷംസുദ്ദീൻ പതാക ഉയർത്തി പ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. MH റഫീഖ്, K അനീസ്, ആസിയ അനീസ്, CA കമാലുദ്ദീൻ, PC മൊയ്തു, PV ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. കരുവക്കുന്ന് യൂണിറ്റിൽ KB സുരേഷ് പതാക ഉയർത്തി. NK മൊയ്തീൻ, Y താജുദ്ദീൻ, ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു. പതാക്കറ യൂണിറ്റിൽ അബ്ദുൾ ഹൈ പതാക ഉയർത്തി. മുജീബ് പട്ടേൽ പ്രതിജ്ഞാവാചകം ചൊല്ലി. സെറീന നജീബ്, P ഇബ്രാഹിം, KM ഹസൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ T അരവിന്ദൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. രാജ്യത്തിന്റെ സുരക്ഷ, ഐക്യം, സമാധാനം എന്നിവ നിലനിർത്താൻ ഓരോ പൗരനും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും യുവതലമുറ സമൂഹത്തിന്റെ പുരോഗതിക്ക് മുന്നോട്ടു വരണമെന്നും നിയമാനുസൃതമായ ജീവിതം നയിക്കണമെന്നും CRO T അരവിന്ദ് പറഞ്ഞു. തുടർന്ന് പോലീസ് സേന, ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അംഗങ്ങൾ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി SPC അംഗങ്ങൾ, അങ്കണവാടി വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. വിവിധ പരിപാടികളും നടന്നു. സ്റ്റേഷൻ പരിസരത്ത് അലങ്കാരവും ശുചീകരണ പ്രവർത്തനങ്ങൾ, മധുര വിതരണവും എന്നിവയും നടത്തി. പോലീസ് സബ് ഇൻസ്പെക്ടർ T അരവിന്ദന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടന്നത്. പോലീസ് സേനാംഗങ്ങൾ, അങ്കണവാടി അധ്യാപകർ, ജാഗ്രതാ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9-ന് പ്രിൻസിപ്പൽ ഡോക്ടർ സജീന സുക്കൂർ, സ്കൂൾ അധ്യാപിക P ചിത്ര തുടങ്ങിയവർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യങ്ങൾ നൽകി. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ, അധ്യാപകൻ ബിജീഷ്, ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധനീഷ് തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് NSS, SPC, ലിറ്റിൽ കൈറ്റ്സ്, JRC അംഗങ്ങൾ പ്രസംഗം, നൃത്തശില്പം തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചു. മധുര വിതരണവും ഉണ്ടായി. അൻസാർ വുമൻസ് കോളേജിലെ NSS യൂണിറ്റിന്റെ സ്വാതന്ത്ര്യദിനാഘോഷം നോർത്ത് കോട്ടോൽ അങ്കണവാടിയിൽ നടത്തി. അങ്കണവാടിയിലെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്ത പരിപാടി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK വിശ്വംഭരൻ പതാക ഉയർത്തി ആരംഭിച്ചു. അങ്കണവാടി വർക്കർ ജയ, ആശ വർക്കർ രജിത എന്നിവരോടൊപ്പം NSS പ്രോഗ്രാം ഓഫീസർ അനീഷ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ സമീറ, NSS വോളണ്ടിയേഴ്സ് എന്നിവരും പങ്കെടുത്തു. പരിപാടിയിൽ കലാപരിപാടികളുമുണ്ടായി. NSS വോളണ്ടിയേഴ്സിന്റെ ഗീതത്തോടെ പരിപാടികൾക്ക് തുടക്കമായി. കുട്ടികൾക്ക് മധുര വിതരണവും ഉണ്ടായി. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് പെരുമ്പിലാവിലെ NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടി സംഘടിപ്പിച്ചു. കുന്നംകുളം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് CV മധു ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പോരാട്ടങ്ങളും ത്യാഗങ്ങളും
എന്നും ജനങ്ങൾ ഓർക്കണമെന്നും നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിച്ച് ഓരോ ഇന്ത്യൻ പൗരനും അവകാശങ്ങളോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കണമെന്നും അദ്ദേഹം സന്ദേശത്തിൽ ഉൾപ്പെടുത്തി. NCC സന്നദ്ധ സേനാംഗങ്ങൾ സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങൾ നിലനിർത്താനും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും മുന്നിട്ടിറങ്ങണമെന്നും അൻസാർ വിമൻസ് കോളേജിലെ സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ അദ്ദേഹം പറഞ്ഞു. NCC കോർഡിനേറ്റർ രജിത MV സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി പരിപാടിയിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിദ്യാർത്ഥിനി ഋതുനന്ദ T നന്ദി പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ സിമിനു, ഷിയോണ, ഓഫീസ് എക്സിക്യൂട്ടീവ് മുഹമ്മദ് ഷഹബാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ചാലിശ്ശേരി SUP സ്കൂളിൽ രാവിലെ പ്രധാനാധ്യാപകൻ K മുഹമ്മദ് സൽമാൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ആഘോഷ പരിപാടികൾക്ക് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സര വിജയികൾക്ക് സീനിയർ അധ്യാപിക VK മിനി സർട്ടിഫിക്കറ്റുകൾ നൽകി. പായസ വിതരണവുമുണ്ടായി. ദേശീയഗാനത്തോടുകൂടി ആഘോഷങ്ങൾക്ക് സമാപനമായി. പരിപാടികൾക്ക് MPTA പ്രസിഡന്റ് VV റൈഹാനത്ത് അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് P രജുല, വിൽസി റോഷൻ, ഷൈല നിഷാദ്, K രാജേശ്വരി, K സരിത, KK സുജ, OS പ്രഭിത, C ജിനി, ജോയ്, ഹന്ന P കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. മരത്തങ്കോട് മാർ പീലക്സിനോ സ്കൂൾ വിദ്യാർത്ഥികൾ ഐക്യം, ദേശസ്നേഹം, അഭിമാനം എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന ഇന്ത്യൻ ഭൂപടത്തിന്റെ മനുഷ്യമാതൃകയൊരുക്കി. ഒരേയൊരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന ശക്തമായ സന്ദേശം ഈ പരിപാടിയിലുണ്ടായിരുന്നു. സ്റ്റാഫ് സെക്രട്ടറി ജിന ജോൺ ചടങ്ങിന് സ്വാഗതമർപ്പിച്ചു. പ്രധാനാധ്യാപകൻ ഫാദർ സജി കുളങ്ങാട്ടിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനാശംസകൾ നൽകി. PTA പ്രസിഡന്റ് അബ്ദുൾ റഹീം, PTA വൈസ് പ്രസിഡന്റ് പ്രദീപ്, MPTA പ്രസിഡന്റ് ഹസീന, സോഷ്യൽ ക്ലബ് കൺവീനറും അധ്യാപികയുമായ ഡെയ്സി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മത്സര പരിപാടികളും സംഘടിപ്പിച്ചു. CM സീനത്ത് ചടങ്ങിന് നന്ദി പറഞ്ഞു. കൺവീനറായ ഷാന ടീച്ചർ, മറ്റധ്യാപകരായ സ്നേഹ, സ്റ്റെഫി, അനു, റിൻസി, സോന, ലിജിൻ എന്നിവർ നേതൃത്വം നൽകി. BJP കുന്നംകുളം മുനിസിപ്പാലിറ്റി കാണിപ്പയ്യൂർ 18ാം വാർഡ് സമ്മേളനം നടത്തി. രാഹുൽ ചന്ദ്രൻ അധ്യക്ഷനായ സമ്മേളനം BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ മണ്ഡലം ട്രഷറർ വിഗീഷ് അപ്പൂസ്, നിതീഷ് കാണിപ്പയ്യൂർ എന്നിവർ സംസാരിച്ചു. സുമേഷ് സ്വാഗതവും നന്ദൻ നന്ദിയും പറഞ്ഞു. ചാവക്കാട് പ്രതീക്ഷ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന സംഘടനയുടെ രൂപീകരണ യോഗവും സഹായ വിതരണവും സംഘടിപ്പിച്ചു. ചാവക്കാട് SI AU മനോജ് ഉദ്ഘാടനം ചെയ്തു. രാജേഷ് ഒരുമനിയൂർ അധ്യക്ഷത വഹിച്ചു. TS ഷമീർ, ജിൻഷാദ് ഒറ്റത്തെങ്ങ്, പാപ്പി, ഷാനി, ഷിനാസ്, ഷാമോദ്, സുധി എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,250 രൂപ, പവന് 74,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ചരമം: കുന്നംകുളം ആനായിക്കൽ മേക്കേപ്പാട്ട് നിർമ്മലൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. 25 വർഷത്തോളമായി കുന്നംകുളത്ത് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള C-ഷേപ്പ് ബിൽഡിംഗിൽ വാച്ച്മാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. നിഷ ഭാര്യയും നിഖിൽ മകനുമാണ്. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം ക്രിമിറ്റോറിയത്തിൽ നടത്തും. മരത്തംകോട് പൂശപ്പിള്ളി കണ്ടിരുത്തി വീട്ടിൽ മോഹനൻ ഭാര്യ രാഗിണി നിര്യാതയായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടത്തി. രേഷ്മ, രാഹുൽ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.